അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ കുരുവട്ടൂരികൾ എന്താണോ അവർ നമ്മളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെപ്പറ്റി പറയണത് അതിനുള്ള മറുപടി അവർ തന്നെ പറയുന്നുള്ളത്. അത് വെച്ചാൽ കോമാട് അങ്ങനെ ആക്കുവരെ. ഇപ്പോൾ അരീക്കാടത്തെ പരിപാടിയിൽ എപ്പിസ്ഥാനെ കുറിച്ചൊക്കെ പച്ചക്കളവ് കോമാടൻ്റെ തെറി പ്രഭാഷകനായ തെറിയൂർ കുഞ്ഞമ്മദ് പറയുന്നുണ്ട്. അതിന് മറുപടി ഇന്നലത്തെ അരീക്കോട്ടത്തെ പരിപാടിയിൽ കോളാമ്പി കൊടുക്കണമുണ്ട്. അപ്പം നമ്മൾ പറയണത് എന്താ വെച്ചാൽ, ഇവരെ പരിപാടി ഇപ്പം നാളെ നടക്കേണ്ട പരിപാടിക്ക് ഇന്നലത്തെ പരിപാടി തന്നെ മറുപടി ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്നലത്തെ ചോദ്യത്തിന് നാളെ ഒരു മറുപടി പറയുകയും ചെയ്യും. അതൊക്കെ കോമാടം ചെയ്യിപ്പിക്കണതാണ്. അങ്ങോട്ട് ചാടാ കുഞ്ഞിരാമ പറയുമ്പോൾ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടടാ ഇങ്ങോട്ട് ചാടും. അല്ലാത്തൊരവസ്ഥരെ ആ മൂന്നെണ്ണം അങ്ങനെ കുരച്ച് ചാടി നടക്കന്നെ. ഏതായാലും കുഞ്ഞാമീൻ്റെ കളവൊന്ന് കേൾക്കണം. പച്ച കളവ് വിളിച്ചു പറയുന്നേ. ഇവിടെ ഇത് അരീക്കാടാണല്ലോ, എന്തൊക്കെ ഇൻകിലാബ് നടന്ന സ്ഥലം അത് അറിയാലോ. ആ പഴയകാല കഥകളിലേക്കൊന്നും നമ്മൾ പോകണ്ടല്ലോ. അരീക്കാട് എന്ന് പറയുമ്പോ തന്നെ കുറെ ഇബാറത്തുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുമല്ലോ. ആ മുക്കി എന്തൊക്കെയോ ഉണ്ട്. നമ്മളിപ്പോ അവിടേക്കൊന്നും കടക്കണില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മർഹൂം KK അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ്, അവരായിരുന്നല്ലോ ഒരു പക്ഷത്തുണ്ടായിരുന്നത്. ഇപ്പുറത്തോ ശിഷ്യനാണ് ഉണ്ടായിരുന്നത്. കേട്ടില്ലേ പച്ച കളവ് പറയണത്? അരീക്കാട് പള്ളി പ്രശ്നത്തിന് മുക്കി എന്നൊക്കെ പറയുന്ന ഉസ്താദിനെ കുറിച്ചാണ്. എന്താണ് തെറിയൂര? ഇത് എൻ്റെ തെളിവുണ്ട്, ഇതിന് തെളിവുണ്ടോ? ഇങ്ങനെ എന്നാ മുക്കിക്കണമെന്നുണ്ടെങ്കിൽ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കോ KK ഉസ്താദ്? ഇല്ലല്ലോ. KK ഉസ്താദാണ് കൈ പിടിച്ച സ്റ്റേജിലേക്ക് കൊണ്ടുപോയതെന്ന് പറയണത് ആരാ? കോമാടൻ പറയിപ്പിച്ചാണ്. കോമാടൻ നിർദ്ദേശപ്രകാരമാണല്ലോ പ്രഭാഷണങ്ങളൊക്കെ കോളാമ്പി പറയുന്നുണ്ട്. ഇതും കൂടി ഒന്ന് കേട്ടു നോക്കി. അത് ഇന്നലെ പറഞ്ഞതാണ് അരീക്കോട്ടുന്ന്. അരീക്കാട് പള്ളി പ്രശ്നം നടക്കുമ്പോ എല്ലാവരും എതിരായ സമയം കൈപിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഈ സമൂഹത്തിന് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ വിവാദത്തിൽ കരുത്ത് നൽകിയ പണ്ഡിതൻ ശംസുൽ ഉലമ KK ഉസ്താദ് അവറുകളാണ്. കേട്ടില്ലേ വലിയ ഓളാമ്പി പറയണത്? കൈപ്പിടിച്ച സ്റ്റേജിലേക്ക് കൊണ്ടുപോയത് ശംസുൽ ഉലമ KK ഉസ്താദ് എല്ലാ കരുത്തും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ AP ഉസ്താദ് അവിടെ വഞ്ചനയും ചതിയും മുക്കി എന്നൊക്കെയാണ് ഈ തെറിയൂര് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശംസുൽ ഉലമ ഒപ്പം നിൽക്കുമോ? ഹക്ക് ആരുടെ ഭാഗത്താണെന്നുള്ളത് നിങ്ങളെ തോന്നുകൊണ്ട് തന്നെ പറയും. എന്നാൽ ഇനി കഴിഞ്ഞിട്ടില്ല. ഇപ്പം KK ഉസ്താദാണ് ഒപ്പമുള്ളത്. KK ഉസ്താദിന് ഒപ്പമുള്ളത് ഇപ്പം നിങ്ങൾ കേട്ടു. ഇനി മടവൂർ ഷെയ്ഖുന AP ഉസ്താദിനോട് ഒപ്പം നിന്നത് അവരുടെ കാഫിരക്കാരൻ്റെ ചാനലിൽ വന്ന ഒരു അഭിമുഖം, അതും കൂടി ഒന്ന് കേട്ടു നോക്കി. AP ഉസ്താദ് ഷെയ്ഖുന അടുത്ത് വരുന്ന കാലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലമാണ്? എൻ്റെ ഓർമ്മയുള്ളത് ഞാൻ പറഞ്ഞുതരാം. അരീക്കാട് പള്ളീൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. AP ഉസ്താദ് കട്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AP ഉസ്താദും അവേലത്ത് കുഞ്ഞി സീതിക്കോയ തങ്ങൾ ഒരു മാഷും, ഏത് മാഷ പേരൊന്നും എനിക്കറിയില്ല, ആ ഹസറത്തിൽ ബഹുമാനപ്പെട്ടവരെ ഹസറത്തിൽ ഞാനും ഉണ്ട് കാക്കുംപാത്ത്. അപ്പം എല്ലാ രേഖകളുമായിട്ടാണ് വന്നത്. അപ്പം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതൊന്നും ആവശ്യമില്ല, നിങ്ങൾ കട്ടിട്ടുമില്ല, നിങ്ങളെ ഞാൻ നോക്കും, നിങ്ങൾ നയിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒളിപ്പുണ്ടോ കുഞ്ഞാമേനക്ക്? മടവൂർ ഷെയ്ഖുനെ പറഞ്ഞു കേട്ടോ? നിങ്ങൾ കട്ടിട്ടുമില്ല, നിങ്ങളെ ഞാൻ നോക്കും. കേട്ടില്ലേ? ഒരു അവിടെ രേഖയേറ്റ് വന്നപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നാ ഷെയ്ഖുനെ പറഞ്ഞത്. ഇത്ര പോരോരോ അടി ചെന്നിട്ട് അവിടെ നിന്ന് കണ്ട് പച്ച കളവ് പറയാം. ഉസുറും പൊളിയില്ലാത്തവനെ. എൻ്റെ നാവിനാണടി ലക്ഷണം കെട്ട നാവ് കേട്ടോ. ബാക്കി കൂടിയും കേൾക്കേ. അങ്ങനെ അത് പൈസ കൊടുത്ത ആള്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ കേട്ട അറിവ് ശരിയാണെങ്കിൽ, കുലൈബ് എന്ന് പറഞ്ഞൊരു അറബി അറ്റാണ്. ആ അറബി സുഖമില്ലാതെ കെടുക്കുക എന്നൊക്കെ ഞാൻ കേട്ടു. പക്ഷെ
ആ കുലൈബിനെ ഹയാത്താക്കുകയും ആ കള്ളത്തരം വെളിവാകുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കുത്തുബുൽ ആലം AP ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. കേട്ടടാ തോൽച്ചിയ കുഞ്ഞേമതെ, കുത്തുബുൽ ആലം AP ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയും. ഇജ് എന്താടി അവിടുന്ന് പറഞ്ഞത്? ലക്ഷണം കെട്ടവനെ. ഇജ് ഞങ്ങളെ പണ്ഡിതന്മാർ ലക്ഷണം കെട്ടെന്നാവുന്നറിയ, ഊസുറും പൊടിയില്ലാത്തവനെ. CM വലിയുള്ളാഹി AP ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. CM വലിയുള്ളാഹി AP ഉസ്താദിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയും. ഇപ്പൊ കേട്ടോ ലക്ഷണം കെട്ടവനെ? ഇജാണടി, എൻ്റെ നാവാണടി ആ ലക്ഷണം കെട്ട ഏറ്റവും വലിയ നാവ്. പച്ചക്കളവ് പറയല്ലേ. EK ഉസ്താദും മടവൂർ ഷെയ്ഖുന അടക്കം എല്ലാ മഹാന്മാരും ഉസ്താദിന്റെ അപ്പ. അപ്പൊ ലക്ഷണം കെട്ട കുഞ്ഞേമതെ കേട്ടില്ലേ? ഇനി ഇജാതി കളവും പറഞ്ഞ് വരാൻ നിൽക്കണ്ട. എന്നോട് പലപ്പോഴും പറഞ്ഞാണ്. ഇജിങ്ങനെ പറയണ കേട്ട മൂക്കൂടെ കയറ്റുന്ന തോന്നുന്നു. എന്നൊക്കെ ഒന്നും ഒരു ചൂക്കും ചെയ്യാൻ കഴിയൂല. പോയി പാണി എന്താ വെച്ചാൽ നോക്ക്.